പ്രചാരണം വളരെ ഉഷാറായി മുന്നോട്ട് നീങ്ങുമ്പോൾ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് സൌത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ഏർക്കോയിൽ. സിറ്റിംഗ് MLA കൂടിയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിലുപരിയായി 2.5 വർഷക്കാലം മന്ത്രി എന്ന നിലക്ക് നടപ്പിലാക്കിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ലഭ്യമാകും എന്ന് മനസ്സിലാക്കുകയാണ്. നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഇപ്പോൾ ഏതാണ്ട് അനുകൂലമാണെന്ന് തോന്നുന്നില്ല. കാരണം കോഴിക്കോട് സൌത്തിൽ MK മുനീറിനെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. ഒപ്പം ലീഗിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, മലപ്പുറത്തായാലും കോഴിക്കോടായാലും ഒക്കെ. ഇത്തരം കാര്യങ്ങൾ കൂടി അനുകൂലമാവില്ലേ? ഒരു മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഭാവിയിൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് എന്നൊക്കെയാണ് വിശദീകരിക്കപ്പെടേണ്ടതില്ല. മറ്റത് അവരുടെ കാര്യമാണ്. അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെട്ട് സമയം കളയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുക. പക്ഷെ അവിടെയും കഴിഞ്ഞ വർഷം മത്സരിച്ച ആള് കലാപക്കൊടി ഉയർത്തിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നൂർബിനാണ് മത്സരിച്ചത്. അവർക്ക് വനിതാ ലീഗിന് സീറ്റ് പോലും കിട്ടുന്നില്ല, അവരെ പരിഗണിക്കുന്ന പോലും ഇല്ല എന്ന് പറയുന്നു. അത്തരം മുൻ മത്സരിച്ച ആള് വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ട ആൾക്ക് കിട്ടിയില്ല. ഇതൊക്കെ രാഷ്ട്രീയപരമായ ഒരു മുൻതൂക്കം തരില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലക്ക് സ്വാഭാവികമായും ആ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വനിതാ വിഭാഗം എന്ന നിലക്ക് അവർക്ക് സീറ്റുകൾ ലഭിക്കും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. ന്യായമായും അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ മാറ്റി നിർത്തി പുതിയ ചില ആളുകൾക്ക് സീറ്റുകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിമിഷ്ടമായിരിക്കും അവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ 5 വർഷം തന്നെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടോണം, അത് വോട്ടായി മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും താങ്കളുടെ ചില പ്രസ്ഥാനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ജമാഅത്ത് ബന്ധമുള്ള ആളുകളൊക്കെ അവരുടെ പക്കലുണ്ട്. പഴയ കാര്യങ്ങളായാലും ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥികൾക്ക് അടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, താങ്കൾ പറഞ്ഞല്ലേ ഫാത്തിമയ്ക്ക് അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് ചില സ്ഥാനമാനങ്ങൾ കിട്ടി. അല്ല, അതൊക്കെ ഇനി അവർ ചർച്ച ചെയ്യട്ടെ. ചർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യം നേരത്തെ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരേ കാര്യം ചർച്ച ചെയ്യാൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാനത് വീണ്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്ന ഒരു പ്രതികരണം? ഈ പലതരം വിഷയങ്ങളല്ലേ ചർച്ചയ്ക്ക് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമാധാനപരമായി ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു വർഗീയ കലാപം പോലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പഴയകാലത്ത് നിരന്തരമായ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊണ്ട് സംഘർഷഭരിതമായിരുന്നു കേരളം. എന്നാൽ ഇന്ന് അത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലും നമ്മൾ കാണുന്നില്ല. ഭരണരംഗത്ത് വലിയ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 5 വർഷം മുമ്പുള്ള കേരളവും ഇന്നത്തെ കേരളവും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ആ വ്യത്യാസം ബോധ്യമാകുക. ഏതാണ്ട് UDF ഭരിക്കുന്ന സമയത്ത് 2000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവടം ലാഭകരമല്ല എന്നതിന്റെ പേരിൽ പൂട്ടിയിടാൻ തീരുമാനിച്ചു. LDF വന്നപ്പോൾ ഒരു വിദ്യാലയവും പൂട്ടിയിടാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും എല്ലാ വിദ്യാലയങ്ങളെയും അവരുടെ പശ്ചാത്തല സൗകര്യങ്ങൾ കൂടുതലായി ചെയ്യുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബിൽഡിങ്ങുകൾ പണിയുകയും ബിൽഡിങ്ങിനകത്ത് ക്ലാസ് മുറികൾ സജ്ജമാക്കുകയും ക്ലാസ് മുറികൾക്കൊക്കെ ലാബ് സൗകര്യങ്ങൾ സജ്ജമാക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു നൂതന നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഗവൺമെന്റ്. നമ്മുടെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് മീഞ്ചന്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അതിന്റെ അക്കാദമിക് നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തി. അതിന്റെ ഫലമായി A+ അക്രഡിറ്റേഷൻ ലഭിച്ചു. കൂടാതെ അവിടെ കാലിയായി കിടന്ന 9ഓളം ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് മന്ത്രിസഭാ യോഗം ചേർന്ന് അവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് പണിയാനുള്ള പെർമിഷൻ നൽകി കഴിഞ്ഞിട്ടുള്ളത്. അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും എല്ലാം പറ്റാവുന്ന തരത്തിലുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് അവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള പ്രധാന കാര്യം. നമുക്കറിയാം 50 വർഷക്കാലം കോഴിക്കോട്ടെ ജനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ ഭാരത് ജനങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ച ഒരു സ്വപ്നമായിരുന്നു പുതിയ ഭാരത്തിൽ വലിയ പാലം എന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 60 കോടി രൂപ ചെലവിലാണ് ആ പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട്ടെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് എരവത്തുകുന്ന് എന്ന് പറയുന്ന പ്രദേശം.
അതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റണമെന്നത് കോഴിക്കോട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി അനുവദിച്ച 5 കോടി രൂപ യുടെ പ്രവർത്തനങ്ങൾ അവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി 2 കോടി രൂപ ഉണ്ടായിരുന്നു, അത് ചാമുണ്ടി വളപ്പിൽ പാലം പണിയാനും ഉപയോഗിച്ചിട്ടുണ്ട്. നിരവധി പദ്ധതികളാണ് ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും നടന്നു വരുന്നത്. എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ ഭൂരിപക്ഷം റോഡുകൾ BNBC നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. പുതുതായി പാലങ്ങൾ വന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം ഈ മണ്ഡലത്തിലുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ ന്യൂനപക്ഷ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഒരിത്തിരി ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു പ്രതീതി ഇല്ലായിരുന്നു. ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? 2 തരം വിഷയങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന്, 2010 ഇതുപോലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ സീറ്റുകൾ വാരിക്കൂട്ടിയിരുന്നു. ഇടതുപക്ഷം തകർന്നുപോയി എന്ന രീതിയിൽ അന്ന് പ്രചാരണങ്ങൾ നടക്കുകയുണ്ടായി. എന്നാൽ 2021 2021 വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഈ വർത്തമാനകാലത്തെ ഈ സംഭവ വികാസങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ദൃശ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വികസനങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ഗവൺമെന്റിനെതിരായി ഒരാരോപണവും ഉന്നയിക്കാൻ കഴിയാത്ത UDF പ്രചണ്ഡമായ കള്ളപ്രചാരവേലകൾ നടത്തുകയും മുഖ്യമന്ത്രിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. അതൊക്കെ പരാജയപ്പെട്ടു എന്ന് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ചില ജനങ്ങൾക്കിടയിൽ വൈകാരികമായ ചില രീതിയിൽ ചില വോട്ടിംഗ് പാറ്റേണുകളിൽ മാറ്റം വരുത്താൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. പക്ഷെ അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടതുപക്ഷം എന്തോ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാണ് വന്നത്. പിൽക്കാലത്ത് SIT എന്ന് പറയുന്ന അന്വേഷണ കമ്മീഷനെ കോടതി നിയമിക്കുകയും അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ കുറ്റക്കാരാണ് എന്ന സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. ഇപ്പം ജനങ്ങൾക്കിടയിൽ നേരത്തെ ഞങ്ങൾ കേട്ടതൊന്നും ശരിയായിരുന്നില്ല എന്നൊരു തോന്നൽ അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷ മേഖലകളിൽ വലിയ രീതിയിൽ ഈ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന രീതിയിൽ വലിയ പ്രചരണം നടക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അത് ശരിയല്ല എന്നൊരു രീതിയിലേക്ക് ജനങ്ങൾ മാറി ചിന്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, സമസ്തയുടെ കാന്തപുരം വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി ബോധ്യമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമസ്തയിലെ EK വിഭാഗം എന്ന് പറയുന്നത് പഴയകാലത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. എന്നാൽ അതിനകത്ത് തന്നെ പണ്ഡിതന്മാരുടെ വലിയ വിഭാഗം, ഷജറ എന്ന പേരാണ് അവർ അറിയപ്പെടുന്നത്, ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത് വോട്ടായി മാറും. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാമതും ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും 2 കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ മുൻനിർത്തിയും ഒപ്പം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മുൻനിർത്തിയാലും ഇടതുപക്ഷത്തോട് അകന്നു നിൽക്കുന്ന ആളുകൾ പൂർണ്ണമായും ഇത്തവണ ഇടതുപക്ഷത്തേക്ക് മടങ്ങിയെത്തും. ഒപ്പം പിണറായി വിജയന് 3ാം തവണയും സർക്കാർ രൂപീകരിക്കാൻ ജനം അവസരം നൽകുകയും ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അഹമ്മദ് ദേവൽ കോൽ.